ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ആർലേക്കർ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. ഗുരുമൂർത്തി പ്രസംഗത്തിനായി കൊണ്ടുവച്ച കാവിധ്വജമേന്തിയ ഭാരതാംബ ഇനി രാജ്ഭവന്റെ മെയിൻ ഹാളിലുണ്ടാകും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാവിധ്വജത്തെ സാക്ഷിയാക്കി അവിടെ ഇനി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. മന്ത്രി പി പ്രസാദ് പറയും പോലെ കാവിക്കൊടിയേക്കാൾ ഗുരുതരമാണ് അതിലെ ഭൂപടം. പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന അവിഭക്ത ഇന്ത്യയുടെ ഭൂപടം ഭരണഘടനാ സ്ഥാപനത്തിൽ എങ്ങനെ ഇടം പിടിക്കും? ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒച്ചപ്പാടുണ്ടാക്കി ആളെ ഉണ്ടാക്കുകയല്ല യഥാർത്ഥ RSS രീതി. അത് പതുക്കെ നിശബ്ദമായി എതിർ ശബ്ദങ്ങളെ നിർവീര്യമാക്കി പടർന്നു പന്തലിക്കും. മതേതര ജനാധിപത്യ ഇന്ത്യയുടെ യഥാർത്ഥ അന്തസത്ത ഉയർത്തിപ്പിടിച്ച് ഭരണഘടന ഉറക്കെ പറഞ്ഞ് പ്രതിഷേധിക്കൽ മാത്രമാണ് പ്രതിരോധ മാർഗം. അതിൽ CPIയുടെ നിലപാട് മന്ത്രി പി പ്രസാദിന്റെ ജാഗ്രത അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ഇന്ന് ദേശീയ പതാകയേന്തി വൃക്ഷത്തൈ നട്ടത് ഒരു പ്രതീകമാകുന്നു. ആർലേക്കർ ഗവർണറേക്കാൾ RSS പ്രവർത്തകനാകുമ്പോൾ RSS രാജ്ഭവനോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPIM-ൽ നിന്നും SK സജീഷ്, മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, BJP-യിൽ നിന്നും ഷാജി രാഘവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവരാണ്. ആദ്യം ശ്രീ SK സജീഷ്, ഇന്നിപ്പോൾ CPI വൃക്ഷത്തൈ നട്ട് ദേശീയ പതാകയേന്തി വൃക്ഷത്തൈ നട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. തുടർച്ചയായി കുറച്ച് ദിവസങ്ങളായി ഗവർണറുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ CPIക്കും CPM-നും രണ്ട് നിലപാടാണോ എന്ന് ചോദ്യം വരുമ്പോൾ രണ്ട് നേതാക്കളും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അങ്ങനെയല്ല, ഒരേ നിലപാടാണ് എന്ന് പറയുന്നു. പക്ഷേ അതിൽ ആ നിലപാട് പ്രകടിപ്പിക്കുന്നതിൽ 2 ഡിഗ്രി കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അങ്ങനെ 2 ഡിഗ്രിയുടെ പ്രശ്നമൊന്നും ഈ കാര്യത്തിൽ നിലനിൽക്കുന്നില്ല. പൊതുവായ നിലപാട് തന്നെയാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുവായ നിലപാടെന്ന് പറയുന്നത് ഗവർണർ പദവിക്ക് നിരക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കേണ്ടത്. അതിന് വിരുദ്ധമായ രീതിയിൽ പെരുമാറുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ പൊതുവായ ഒരു സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. ഭരണഘടനാപരമായ പദവിയിലിരുന്നു കൊണ്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ അമിതാധികാരം അടിച്ചേൽപ്പിക്കുക, ഫെഡറൽ സംവിധാനങ്ങളെയെല്ലാം തച്ച് തകർത്ത് ഇല്ലാതാക്കുക എന്നതെല്ലാം ഇത്തരം ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സമീപനത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് രാജ്യത്തുടനീളം നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫെഡറലിസത്തോടുള്ള വെല്ലുവിളിക്കെതിരായിട്ടാണ് മന്ത്രിമാരുടെ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ പ്രതിഷേധം രൂപപ്പെടുത്തി കൊണ്ടുവന്നത് നേരത്തെ എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. സജീഷ്, നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗവർണർമാരെ വിവിധ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ എങ്ങനെ ദുരുപയോഗിക്കുന്നു, എങ്ങനെയാണ് ആ സംസ്ഥാനങ്ങളെ പൂട്ടാൻ ഗവർണർമാരെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ഓരോ ഗവർണർമാരും പ്രവർത്തിക്കുന്ന ശൈലി വ്യത്യസ്തമാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രീതി എന്നുള്ളത് ഒച്ചപ്പാടുണ്ടാക്കി പ്രതിഷേധിക്കുക, പുറത്തിറങ്ങി പ്രതികരിക്കുക, ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രതികരിക്കുക, അതൊക്കെയായിരുന്നു. പക്ഷേ ആർലേക്കറുടെ ശൈലി യഥാർത്ഥ RSSന്റെ ശൈലിയാണ്. അത് ഒരു കടന്നു പിടിക്കലാണ്. അതിൽ ഉറക്കെയുള്ള ശബ്ദമുണ്ടാവില്ല, പ്രതിഷേധ സ്വരമുണ്ടാകില്ല. അതിൽ നിങ്ങളോട് നന്നായി സംസാരിക്കും, നിങ്ങളോട് നന്നായി ഇടപെടും, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണാനുള്ള ഒരു സൗഹൃദം അവിടെ നിലനിർത്തും. അതേസമയം RSSന്റെ അജണ്ട നല്ല മനോഹരമായി നടപ്പാക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും? അതിനൊരു കൃത്യമായ ഒരു മാർഗമുണ്ടോ? അല്ല, ഫാസിസ്റ്റ് രീതികളെ പ്രതിരോധിക്കാനുള്ള ശരിയായ രീതി എന്ന് പറയുന്നത് ജനകീയ പ്രതിരോധമാണ്. ആ ജനകീയ പ്രതിരോധത്തിലൂടെയാണ് ചരിത്രപരമായി തന്നെ പരിശോധിച്ചാലും ലോകത്തിന് അപകടമായ ഫാസിസത്തെ പ്രതിരോധിച്ചത് എന്നറിയാം. ആ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ കാവലായി നിൽക്കുന്ന നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ചുമതലയേൽക്കുന്ന എല്ലാ ആളുകളും പ്രവർത്തിക്കേണ്ടത്. അവർക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകാം. ആ കാഴ്ചപ്പാടുകൾ ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി പാടില്ല. അതാണ് പൊതുവായ രീതി. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത്. ആ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇവിടെ ഭാരത് മാതയുടെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം പോലുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഭൂപടം പോലുമല്ല എന്നത് നാം കാണേണ്ടതുണ്ട്.
അത്തരത്തിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുക, അതെവിടെ പ്രദർശിപ്പിക്കുന്നു? അതെവിടെ പ്രദർശിപ്പിക്കുന്നു? ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു മാപ്പ്, ഇന്ത്യയുടെ മറ്റൊരു രൂപത്തിലുള്ള ഒരു മാപ്പ് പ്രദർശിപ്പിച്ചാൽ എന്താണ് ശിക്ഷ? അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ എന്തായിരിക്കും അതിനോടുള്ള സർക്കാരുകളുടെ സമീപനം? ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഗൗരവതരമായ വിഷയമാണ്. താങ്കൾ പറഞ്ഞതുപോലെ പുറത്ത് പ്രതിഷേധിക്കുക, ഇതിപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അതിനപ്പുറം പുറത്തുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ എത്രത്തോളം കണ്ടു? CPM-ന്റെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ തെരുവിൽ കണ്ടില്ലല്ലോ. എങ്ങനെയാണ് പ്രതിരോധിക്കുക? സ്മൃതി, ഒരു കാര്യം, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ഉള്ളിലുള്ള CPM വിരോധം മാത്രം എടുത്ത് പ്രയോഗിക്കും. ഞാൻ എന്റെ സംശയമാണ് ചോദിച്ചത്. രാജ്യത്തുടനീളം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകും. ഞാൻ എന്റെ സംശയമാണ് നിലപാട് അസംശയമാണെങ്കിൽ ശരി, എനിക്കും ആ സംശയത്തിന് എനിക്ക് തോന്നിയ ഒരു സംശയം എന്നുള്ള ഞാനും പറഞ്ഞു എന്നതിൽ നമുക്കത് എന്താ പ്രശ്നം എന്നറിയോ സതീഷ്? ഒരു കാര്യം, ഇത്രയും നമ്മൾ തമ്മിലൊരു തർക്കമേ അല്ല. ഞാൻ വളരെ സൗമ്യമായിട്ടാണ് ഞാൻ സംശയത്തിന്റെ രൂപത്തിൽ ചോദിച്ചു. ഒരു ചോദ്യം പോലും, ഒരു ചോദ്യത്തെ പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണത്? തീർച്ചയായും എനിക്ക് സ്മൃതി, ഞാനതാ പറഞ്ഞത്, സ്മൃതി സ്വയം ഒന്ന് പരിശോധിക്കുക. തീർച്ചയായും താങ്കൾ ചോദിച്ചോളൂ, തർക്കത്തിന് ഞാനില്ല. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖവുര, ആവശ്യമില്ലാത്ത മുഖവുര? നിങ്ങൾ സ്ഥിരമായി ഒരു തരത്തിൽ ഒരു ബ്രാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ മറുപടി പറയുന്നത്. അത് ശരിയായ രീതിയല്ല കേട്ടോ. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് രൂപത്തിലാണെന്ന് ആദ്യം തന്നെ ഒരു ചാപ്പ കുത്തിയിട്ട് മറുപടി പറയുന്നത് ശരിയായ രീതിയല്ല സജീഷ്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കൂ. സ്മൃതി, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനെ തോന്നാതിരിക്കാനുള്ള, എൻ്റെ ഭാഗത്താണ് പോരായ്മ ഉണ്ടാകുന്നതെങ്കിൽ ആ പോരായ്മ തിരുത്താൻ ഞാൻ തയ്യാറാണ്. താങ്കളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ചാപ്പ സ്വയം എടുത്തണിയുന്ന പോരായ്മ ഉണ്ടാകുന്നുണ്ടോ എന്ന് താങ്കളും അതിൽ സ്വാഭാവികമായ സംശയമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ആർലേക്കറുമായ വിഷയത്തിൽ CPM പുറത്ത് പ്രതിഷേധിച്ചില്ല. താങ്കൾ പറഞ്ഞു ജനകീയ പ്രതിരോധമാണ് വേണ്ടതെന്ന്. അങ്ങനെ ഒരു പ്രതിഷേധം കണ്ടിട്ടില്ല. അത് ചോദിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറുപടി പറയൂ. ഇത് പറയാനിടയാകുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ നമ്മൾ ഏറ്റവും ഒടുവിലിരുന്ന ചർച്ചയുടെ അവസാനത്തെ ഭാഗത്ത് നിന്ന് തുടങ്ങേണ്ടതാണ്. അതായത് താങ്കൾ CPM-ന്റെ പ്രതിഷേധം കണ്ടില്ലല്ലോ എന്ന് താങ്കൾ ചോദ്യമായി ഉന്നയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട്, അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, താങ്കൾ അത് കേൾക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അതൊരു ശരിയായ വസ്തുതയായിരുന്നു. താങ്കൾ അപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി പ്രതിഷേധിച്ചിട്ടില്ലല്ലോ, മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞില്ല. മുഖ്യമന്ത്രി തന്നെയാണ് ഈ അഭിപ്രായം പറഞ്ഞത്, അത് മറ്റു മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു. നന്നായി എന്ന്, ഈ നിലപാട് നന്നായി, മന്ത്രി സ്വീകരിച്ച നിലപാട് നന്നായി എന്നും പരസ്പര ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സമീപനം അവിടുന്ന് ആ പരിപാടി മാറ്റുന്ന ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് എന്നും മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ നമ്മൾ കേരളം കണ്ടിട്ടുള്ളതാണല്ലോ സജീഷ്. ഇത് രാജ്ഭവനെ പ്രതിഷേധം അറിയിക്കുക എന്ന പ്രാഥമികമായ കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി അതിലേക്ക് തർക്കത്തിലേക്ക് പോകാതെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. അല്ല തർക്കത്തിലേക്ക് പോകുന്നത് താങ്കളാണ്. ഇത്തരം തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ് ആവശ്യം? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ മുൻവിധിയോടുകൂടി ചില അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പാടില്ല. ഇത്തരം സമീപനങ്ങളോട് ജനകീയ പ്രതിരോധമാണ് ആവശ്യം. ആ ജനകീയ പ്രതിരോധം രൂപപ്പെട്ടു വരണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ അസംബ്ലി ഉൾപ്പെടെ ചേരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ചിഹ്നങ്ങൾ, ഔദ്യോഗിക സംവിധാനങ്ങൾ, ഇതിനെല്ലാം നിരവധി മഹാരഥന്മാരായ മനുഷ്യരിരുന്ന് ചർച്ച നടത്തി കൃത്യമായ നിയതമായ എല്ലാ കാര്യങ്ങളും രൂപപ്പെടുത്തിയെടുത്തതാണ്. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഒരാൾക്കും അവകാശമില്ല. ആ വ്യതിചലനം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒന്നിൻ്റെയും അവകാശം തങ്ങൾക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം തന്നെ BJP-യും RSS-ഉമായി ബന്ധമേ ഉള്ളതല്ല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അന്ന് അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഈ മുദ്രാവാക്യം ആദ്യമായി ബ്രിട്ടീഷുകാർക്ക് നേരെ പ്രയോഗിക്കുന്നത്. ഇതിലൊന്നും RSS-ന് അവകാശമില്ല. RSS 1925 രൂപപ്പെടുന്നത് നമുക്കറിയാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് അവകാശമില്ല. ഇത് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതീകമായി ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെല്ലാം ഭാരത് മാതാ എന്ന ചിത്രം തന്നെ രൂപപ്പെടുത്തിയത് അവനീന്ദ്രനാഥ് ടാഗോർ ആണ്. ആ ചിത്രം വരച്ചെടുക്കുന്നത് അത് 1871 ആ കാലഘട്ടത്തിലാണ്. ഇതൊന്നും
RSSന് അവകാശപ്പെട്ടതല്ല. അതിനെ വക്രീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ. ചിത്രത്തെ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തെ മാത്രമല്ല, രാജ്യത്തിൻ്റെ അതിർത്തിയെ മാത്രമല്ല, ഈ എല്ലാത്തിനെയും വക്രീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലതിനെയും അവരെടുത്ത് അണിയുകയാണ് ചെയ്യുന്നത്. വന്ദേ മാതരം ഉൾപ്പെടെ എന്തോ അവരുടേതാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി തൻ്റെ ആനന്ദമഠം നോവലിൻ്റെ ഭാഗമായി വന്ദേ മാതരം എന്ന ഗാനം അവതരിപ്പിച്ചതാണ്. അന്നും RSS ഇല്ല, അന്നും ഈ സംഘപരിവാര ശക്തികളൊന്നുമില്ല. എന്നാൽ ഇതെല്ലാം തങ്ങളുടേതാണ് എന്ന് അവർ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് കുറച്ച് തീവ്രമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? ഞങ്ങൾക്കിതിലെല്ലാം എന്തോ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതാണ് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ആളുകൾക്കാണ് അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഇതിൻ്റെ പങ്കുകാരായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത്. അതിനെ എതിർക്കേണ്ടത് എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടാണ്. ഈ രാജ്യത്തെ എല്ലാവരും മതനിരപേക്ഷമായി ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ, ഭരണഘടനയെ സംരക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് ജനകീയ പ്രതിരോധത്തിലൂടെയാണ് നേരിടേണ്ടത്. അത്തരത്തിലുള്ള നല്ല സംവാദം ഉയർന്നു വരട്ടെ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരി, ശ്രീ ഷാജി രാഘവൻ, ഈ ഭഗവദ്ധ്വജം ഏന്തിയ ഭാരതാംബ, ആ ഭാരതാംബയുടെ പുറകിൽ കാണുന്ന ഭൂപടം, അത് ഏത് രാജ്യത്തിന്റെ ഭൂപടമാണ്? അത് ഞാൻ അതിലേക്ക് വരാം. ഇന്ന് നമ്മുടെ ഗവർണറെ ചുറ്റിപ്പറ്റിയാണല്ലോ ചർച്ച. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ ഗവർണർ ആർലേക്കർ അദ്ദേഹം കഴിഞ്ഞ ദിവസം 1-2 കാര്യം വളരെ വ്യക്തമാക്കി. അതിലൊന്ന്, കഴിഞ്ഞ ദിവസം ഗുരുമൂർത്തിയെ പോലുള്ളവർ വന്ന് ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിന് മുമ്പിൽ ഒരു ഇൻ്റലക്ച്വൽ മീറ്റായിരുന്നു അത്. അവിടെ അദ്ദേഹം പ്രസംഗിച്ചു. അതൊരു പ്രശ്നമാക്കി. അതിനുശേഷം മന്ത്രി പി പ്രസാദ് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ കാണുന്നു, ഭാരതാംബയുടെ പടം കാണുന്നു. അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്നു. അദ്ദേഹം പോയിട്ട് തിരിച്ചു വരുന്നു. അല്ല, അദ്ദേഹം അവിടുത്തെ പരിപാടി ബഹിഷ്കരിക്കുന്നു. ഈ കാര്യത്തിൽ ഗവർണർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന്, ഈ തരത്തിലുള്ള ഇൻ്റലക്ച്വൽ മീച്ചുകൾ ഇനിയും ആവർത്തിക്കും, കൃത്യമായ ഇടവേളകളിൽ നടത്തും. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പൊതുവായ വിഷയങ്ങൾ, ധനകാര്യം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഒരു കൂട്ടായ്മ, അത് ഗവർണറുടെ രാജ്ഭവനിൽ ഞാൻ ഇനിയും നടത്തുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗവർണർ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെ പറ്റിയിട്ട് തിരുത്തി പറയാനോ അതിനെ അനുകൂലിക്കേണ്ട കാര്യമൊന്നും വസ്തുതാപരമായ പിശകുണ്ട്. പ്രസാദ് അവിടെ പോയി കണ്ടു മടങ്ങുകയല്ല ചെയ്തത്. ആ പരിപാടിയുടെ വിവരങ്ങൾ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ ഓരോന്നായി അയക്കുന്നു. ആദ്യം ചടങ്ങ് വേറെ രൂപത്തിലായിരുന്നു, രണ്ടാമത് രാത്രിയായപ്പോൾ ചടങ്ങ് മാറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞപ്പോൾ ആ ചിത്രം അയച്ചു തരാൻ പറഞ്ഞു. ആ ചിത്രത്തിൽ എതിർപ്പുണ്ടായതുകൊണ്ട് പങ്കെടുത്തില്ല. ഇനി പറഞ്ഞോളൂ. മനസ്സിലായി. ഞാൻ തന്നെ അത് തിരുത്തിയിരുന്നു. ബഹിഷ്കരിച്ചു എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു. അതൊരു തരത്തിലുള്ള ബഹിഷ്കരണമാണല്ലോ. ബഹിഷ്കരണത്തിൻ്റെ നടപടിക്രമങ്ങളായിരുന്നു താങ്കൾ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഞാൻ ഇതുകൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു. എന്തു ആയിക്കോട്ടെ. അപ്പോൾ അതിലെ ആദ്യത്തെ കാര്യത്തിൽ ഗവർണർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കും. രണ്ടാമതൊന്നുള്ളത്, ഭാരത മാതാവിൻ്റെ പടം രാജ്ഭവനിൽ വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി അവിടെ തന്നെ ഉണ്ടാവും. അതെന്തായാലും എടുത്തു മാറ്റാൻ പോകുന്നില്ല. മന്ത്രിമാർക്ക് പങ്കെടുക്കാൻ പരിപാടികളിൽ ആ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഇനിയും രാജ്ഭവനിലേക്ക് പോകണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം. ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത്, കേരളത്തിലെ ഒരു രാജ്ഭവൻ മാത്രമല്ല. എൻ്റെ കയ്യിലൊരു ഫോട്ടോയുണ്ട്. ഞാനൊരു 3 വർഷം മുമ്പ് കേരളത്തിൽ നിന്നുള്ളൊരു പ്രതിനിധി സംഘം UP ഗവൺമെൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് UPയിൽ പോയിരുന്നു. ഗുഡ് ഗവർണൻസ് പ്രോഗ്രാം എന്നായിരുന്ന പ്രോഗ്രാമിൻ്റെ പേര്. കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ അതിൽ പങ്കാളികളായിരുന്നു, അതിൽ പങ്കെടുത്തിരുന്നു. ഞാൻ ആ ടീമിനെ ലീഡ് ചെയ്ത ഒരാളാണ്. എൻ്റെ കയ്യിൽ ആ ഫോട്ടോയുണ്ട്. അവിടെ മുഖ്യമന്ത്രി, അന്നത്തെ ഏറ്റവും പ്രോഗ്രാം 10 ദിവസമായിരുന്നു. 10ാം ദിവസം മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഇവിടെയായിരുന്നു പ്രഭാത ഭക്ഷണവും അദ്ദേഹവുമായിട്ടുള്ളൊരു മീറ്റിങ്ങും ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പുറകിലായിട്ട് 2 ദേശീയ പതാകയുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ പടം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പടം നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഞാൻ പോയിട്ടില്ല ഇതുവരെയും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പല മന്ത്രിമാരുടെയും പല പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഔദ്യോഗിക വസതികളിലോ ഇത് ഫോട്ടോ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റും. ഞാൻ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്, അല്ലേ? വടക്കേ ഇന്ത്യയിലെ കാര്യം സൂചിപ്പിക്കുന്നു. കേരളം പോലെ, തമിഴ്നാട് പോലെ ചില സംസ്ഥാനങ്ങൾ പ്രതിഷേധിക്കും. അവർക്ക് അത് പ്രതിഷേധിക്കാനുള്ള മാർഗങ്ങളുണ്ട്, അവർക്ക് പ്രതിഷേധിക്കാനുള്ള കാരണങ്ങളുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്, ഈ രാജ്യത്ത് പോലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ.
ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിന്റെ മുഖ്യപൂജാരിയായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഒരു പ്രത്യേക മതത്തിന്റെ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തി അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ചെയ്യും എന്നുള്ളതൊരു വെല്ലുവിളിയുടെ സ്വരമാണ്. ഇത് മതേതര ഇന്ത്യയുടെ സ്വഭാവമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് നമ്മുടെ വാദം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ശരിയാണ്, നിങ്ങൾ ചെയ്യുമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. ആർലെക്കർ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, ഈ ഹാളിൽ ഈ ചിത്രമുണ്ടാകും. ആ മാപ്പാണ് ഞാൻ ചോദിച്ചത്. അത് ഏത് ഇന്ത്യയുടെ മാപ്പാണ്? ബ്രിട്ടീഷ് കാലത്തെ മാപ്പാണോ അതോ അതിനു മുമ്പ് മുഗൾ കാലത്തിന് മുമ്പുള്ള മാപ്പാണോ? അതിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് അറിയാമോ? ഇന്ത്യയുടെ മാപ്പല്ല, ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ മാപ്പല്ല അത്. ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ ഏത് മാപ്പായാലും അത് അവിടെ ഉണ്ടാവും. അതായത് അങ്ങനെയെങ്കിൽ ശ്രീ ഷാജി രാഘവൻ എന്തൊരു ഗുരുതരമായ കാര്യമാണ് ശ്രീ ഷാജി രാഘവൻ. അതിൽ ഒരു മിനിറ്റ്, ഇന്ത്യ എന്ന രാജ്യം, അതിൽ പാകിസ്ഥാനില്ല. കിഴക്കൻ പാകിസ്ഥാൻ, ഇപ്പോൾ ബംഗ്ലാദേശ് ആയിരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാൻ അടക്കമാണ് ആ മാപ്പിലുള്ളത്. ശ്രീ ഷാജി രാഘവൻ, നിങ്ങൾ ചാനലിലെ അവതാരകയല്ലേ? നിങ്ങൾ ചാനലിന്റെ അവതാരകയല്ലേ? ഇപ്പം ഞാൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കൂടുതൽ സമയം നിങ്ങളാണ് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പറയാനുള്ളതൊക്കെ പറയും, ഞാൻ കേട്ടിരിക്കാം. സ്മൃതി പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ മാപ്പ് അല്ലാതെ പഴയ മാപ്പ് നിങ്ങൾ ഉപയോഗിക്കും, അത് ഞങ്ങൾ ഭരണഘടനാ സ്ഥാപനത്തിലും വെക്കും എന്ന വെല്ലുവിളിയാണോ ശ്രീ ഷാജി രാഘവൻ നിങ്ങളുടേത്? സ്മൃതി പറഞ്ഞത് എനിക്ക് കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. സ്മൃതി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിപ്പോൾ നമ്മളിത് തീർത്തിട്ടെങ്ങും പോകാൻ പോകുന്നില്ലല്ലോ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ആരും പ്രതിഷേധിക്കാനുള്ള ഒരാളുടെ അവകാശത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ലെന്നേ. ഇവിടെ ആര് പ്രതിഷേധിച്ചെന്നായി പറയുന്നത്? നിങ്ങൾ തന്നെ ചോദിച്ചല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഈ തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിക്രമം ഉണ്ടായാൽ ഇവിടുന്ന് ആരാ പരാതി കൊടുത്തു എന്ന് പറയുന്നത്? സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തോ? സംസ്ഥാന മുഖ്യമന്ത്രി കൊടുത്തോ? ആരാ കൊടുത്തു എന്ന് പറയുന്നത്? ഒരു MP കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്മൃതി, ഒരു കാര്യം വ്യക്തമല്ലേ? ഈ വിഷയം എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ സജീവമായിട്ട് ചർച്ചക്കെടുക്കുന്നത്? എന്തുകൊണ്ട് രണ്ട് മുന്നണികൾ ഇത് ചർച്ച ചെയ്യുന്നു? ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിലായതുകൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചിലരെയൊക്കെ സന്തോഷിപ്പിക്കാൻ സാധിക്കും, വോട്ട് കിട്ടുമെന്നുള്ളത് ധാരണയല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ ഉണ്ടാ നിങ്ങൾ പറയുമ്പോഴൊക്കെ ഞാനും ഇടപെട്ട് പറയട്ടെ. അങ്ങനെ ഉണ്ടാ ഞാനും നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിലും ഞാനും ഇടപെട്ടായി ചർച്ച എവിടെത്തും? ഞാനൊന്ന് പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ എന്നേ. മുമ്പേ നിങ്ങൾ ഇടപെട്ട് പിന്നീട് എനിക്ക് കണക്ഷനേ കിട്ടിയിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ പറഞ്ഞത് ഇത്ര വലിയ പ്രശ്നമാണല്ലോ. ഭരണഘടനാ സ്ഥാപനത്തിൽ ഈ തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടി ഉണ്ടായെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടവർ എന്ത് നിലപാടെടുത്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉയർത്തുന്ന വിഷയത്തിനപ്പുറത്ത് ഇതിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. രാജ്യത്ത് പല ഭാഗങ്ങളിലും പലയിടങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. സ്മൃതി ചർച്ചക്കിടയിൽ ഇടപെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഗവർണർമാരെ ഉപയോഗിച്ച് പല സംസ്ഥാനങ്ങളിലും പല കാര്യങ്ങളും ചെയ്യുന്നെന്നുള്ളത്. ചെയ്യുന്നുണ്ട്, ഇന്നല്ല പണ്ടാണ്. ഈ രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നഷ്ടപ്പെട്ട ഒരു പാർട്ടിയുടെ പേരെന്ന് പറയുന്നത് BJP-യാണ്, അല്ലാതെ CPM ഒന്നുമല്ല. CPM-ന് ആദ്യത്തെ ഗവൺമെൻറ്റാണ്. സജീഷൊക്കെ ഇത് ഓർത്താൽ കൊള്ളാം. ഈ ഗവൺമെൻറ് അല്ല. ഈ ഗവൺമെന്റ് ഗവർണർമാരെ ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഞങ്ങൾ ചില കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. സജീഷ് പറഞ്ഞത് ശരിയാണ്. കാര്യം എന്തെന്നറിയോ? ഈ പറയുന്ന വന്ദേ മാതരമായാലും ഭാരത് മാതയൊന്നും RSSന്റെ ഒന്നും സൃഷ്ടിയല്ലെന്നേ. കാരണം ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പരമ്പരാഗതമായ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്കാരാണ്. ഞങ്ങളുടെ ഗവർണർമാര് ഗവർണർമാരിക്കുന്നിടത്ത് ഫോട്ടോ വെക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്മൃതി, നിങ്ങൾ ചോദിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന് ഇതൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്ത് നിലപാടെടുത്തിട്ടുണ്ടെന്നേ? ശരി, അതൊരു വെല്ലുവിളിയാണ്. അതിന് CPM പ്രതിനിധി മറുപടി പറയും. ശ്രീ ഷാജി രാഘവൻ ഒരു മിനിറ്റ്, ആ വെല്ലുവിളിക്ക് CPM മറുപടി പറയട്ടെ. ശ്രീ ഷാജി രാഘവൻ ഒരു മിനിറ്റ്, എന്റെ ചോദ്യത്തിന് മറുപടി അല്ല, താങ്കൾ പൂർത്തിയാക്കണ്ട. താങ്കൾക്ക് ഇനി പറയാൻ അവസരമുണ്ട്. ഇല്ല, ഒറ്റ കാര്യമല്ല, ഇനിയും പറയണമെന്നേ, പറയാതിരിക്കണ്ട, പറയൂ. എനിക്കറിയേണ്ടത് ആ മാപ്പ് ഏതാണെന്നാണ്. ആ ഭൂപടം ഏത് രാജ്യത്തിന്റെ ഭൂപടമാണ്? ഏത് ഇന്ത്യയുടെ ഭൂപടമാണ്? ശരി, അതിലേക്ക് ഞാൻ വരാം. ഏത് രാജ്യമായാലും എന്താന്നേ ഞാൻ ചോദിക്കുന്നത്, സാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മളൊരു രാജ്യത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതും ഭാരതത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നതും
നമ്മൾ ഒരു രാജ്യവുമായിട്ട് ശത്രുതയിൽ പോകുന്നവരല്ല, ഒരു രാജ്യവുമായിട്ട് ശത്രുതയിൽ പോകുന്നവരല്ല. ഈ കഴിഞ്ഞ യുദ്ധം പോലും നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു രാജ്യത്തിനെതിരെ യുദ്ധമല്ല, അതൊരു ഭീകരർക്കെതിരെയുള്ള ഒരു വലിയ യുദ്ധം എന്നുള്ള നിലയ്ക്കാണ് നമ്മളതിനെ ലോകത്തിന് മുമ്പിൽ വരച്ചു കാട്ടിയത്. ഇത് ഇന്ത്യയുടെ സമീപനമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് സത്യപ്രതിജ്ഞയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ സാർക്ക് രാജ്യങ്ങളെ വിളിച്ചു. അറിയുമോ ഈ സാർക്ക് രാജ്യങ്ങളിൽ ആരൊക്കെയാണ് ഉള്ള രാജ്യങ്ങളെന്ന്? ഈ സാർക്ക് രാജ്യങ്ങളെന്ന് പറയുന്നത് ഇന്ന് നാമൊക്കെ ഈ പറയുന്ന അഖണ്ഡ ഭാരത സങ്കല്പത്തിൽപ്പെട്ട രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി വെട്ടിപ്പിടിച്ചുകൊണ്ട് ജോഗ്രഫിക്കലായിട്ട് അത് വെട്ടിനിരത്തിക്കൊണ്ട് ഈ രാജ്യത്തിനോട് ചേർക്കുക എന്നുള്ളതല്ല. ലോകത്തിൻ്റെ 1/5 ജനവിഭാഗം വസിക്കുന്ന സ്ഥലമാണ് ഭാരതം. ഈ വലിയ ഭൂപ്രദേശത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാർക്കിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെയുള്ള ഒരു രാജ്യവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ ചിന്തയാണുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യ ഇന്നലെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ആ മാപ്പിൽ എന്തെങ്കിലും ഒരു അറിയാതെ പോലും എന്തെങ്കിലും പിഴവ് വരുത്തിയാൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ. ഈ മാപ്പിലും നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇതിൽ കശ്മീരില്ല. കാരണം കശ്മീർ 47 ശേഷമാണല്ലോ ഇന്ത്യയുടെ ഭാഗമാകുന്നത്. കശ്മീരില്ല, അതുവരെ അതൊരു മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു. ഹരിസിംഗ് രാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണല്ലോ കശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. അപ്പോൾ കശ്മീർ ഇല്ലാത്ത ഇന്ത്യയുടെ, ഇപ്പോൾ കശ്മീരുമായി ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നത്. പറയട്ടെ, ചോദ്യം ചോദിക്കുന്നത് കേൾക്കൂ ആദ്യം. ശ്രീ ഷാജി രാഘവൻ, ചോദ്യം ഒന്ന് കേൾക്കൂ. നിങ്ങൾ ഈ സാർക്ക് രാജ്യങ്ങളുടെ ഭൂപടമല്ലല്ലോ ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവൻ വെക്കേണ്ടത്. അല്ലെ, നിങ്ങളുടെ സങ്കല്പം വെക്കാനുള്ള സ്ഥലമല്ലെന്നേ രാജ്ഭവൻ. നിങ്ങളുടെ സങ്കല്പം നിങ്ങളുടെ RSS കാര്യാലയത്തിൽ വെക്കൂ. അതെങ്ങനെയാണ് രാജ്ഭവൻ വെക്കുക? അതിനുള്ള മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞു. അതല്ല സിപിഎമ്മിന്റെ സങ്കല്പമായി സെക്രട്ടേറിയറ്റിൽ സിപിഎമ്മിന്റെ കൊടി വെക്കാൻ പറ്റുമോ? അതാണ് ഇന്ന് MV ഗോവിന്ദൻ ചോദിച്ചത്. സ്മൃതി, മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുടെ അധികാരത്തിൽ ഇരിക്കുന്നതൊക്കെ തന്നെ RSS പ്രത്യയശാസ്ത്രത്തിൽ കൂടെ വളർന്നു വന്നിട്ടുള്ളവരാണ്. അവരിയ്ക്കുന്ന ഇടങ്ങളിൽ ഈ തരത്തിൽ അവരുടെ വിശ്വാസത്തെ പ്രതീകങ്ങളെ അവർ പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തുമാകാം ഈ രാജ്യത്ത്, നിങ്ങൾ ഭരിക്കുന്നു. അധികാരത്തിന്റെ ഒരു ബൈ ഇലക്ഷനിൽ 4 വോട്ട് കിട്ടാമെന്നുള്ള ധാരണയില് നിലമ്പൂർ എന്ന വിഷയത്തിലേക്ക് രാജ്യത്തിന് ദോഷമാണോ? അല്ലല്ല ശ്രീ ഷാജി നിങ്ങളുടെ സൗകര്യത്തിന് ഭരണഘടനയെ ഉപയോഗിക്കും. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ഭരണഘടനയെ ചവറ്റുകൊട്ടയിൽ തള്ളും. ഇതാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ NP ചെക്കുട്ടി, നിങ്ങൾ വേണമെങ്കിൽ പ്രതിഷേധിച്ചോളൂ. ഞങ്ങൾ യോഗി ആദിത്യനാഥിന്റെ ഓഫീസിലും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അവിടേക്ക് മറ്റു സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാരൊക്കെ വിരുന്നു വരാറുണ്ട്. അപ്പോൾ ഈ ഭഗവദ്ധ്വജമേന്തിയ ഭാരതാംബ അവിടെയൊക്കെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾ ഇതാ ഇവിടെയും കൊണ്ടുവരുന്നു. അതിൻ്റെ സ്വാഭാവികതയിൽ നിങ്ങൾക്ക് ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. അതിലപ്പുറം ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതൊരു വെല്ലുവിളിയുടെ സ്വരമാണ് ശ്രീ NP ചെക്കുട്ടി. ഭഗവദ്ധ്വജമേന്തിയ ഭാരതാംബ ആ രാജ്ഭവന്റെ ഹാളിലുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാരതാംബ ഉള്ള ഫോട്ടോയുള്ള ആ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. അല്ല, ഇതിനോടൊക്കെ നമ്മൾ എന്ത് മറുപടി പറയുക? കാരണം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രതിനിധികൾ. ഗവർണർ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അല്ലെങ്കിൽ പോലും ഗവർണറെ നിയമിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, പ്രധാനമന്ത്രി ആയാലും ശരി, ബന്ധപ്പെട്ട ആളുകളായാലും ശരി, അവരൊക്കെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് പ്രതിബദ്ധത കാണിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് ഇതിപ്പോൾ വാതകമല്ലാതൊക്കെ പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായ മൂല്യങ്ങളെ അവർ തിരസ്കരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിനെ അവർ ബഹിഷ്കരിക്കുകയാണ്. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോടുള്ള, അതിൻ്റെ ദേശീയതയോടുള്ള അവരുടെ പരമ പുച്ഛത്തെയാണ് കാണിക്കുന്നത്.
അതൊരു ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് അവർക്കറിയില്ല എന്നതിൻ്റെ അർത്ഥം. കാരണം ഇന്ത്യൻ ദേശീയത എങ്ങനെയുണ്ടായത്? അഖണ്ഡ ഭാരതത്തിൽ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് ജംബുദ്വീപം എന്ന പേരിൽ പണ്ട് അശോകൻ്റെ കാലത്ത് ജംബുദ്വീപം എന്നാണ് ഇന്ത്യ ഈ പറയുന്ന പ്രദേശത്തെക്കുറിച്ച് വിശദീകരിച്ചത്. അപ്പോൾ ജംബുദ്വീപം എന്ന് പറയുന്ന ഒരു വലിയ വിശാലമായിട്ടുള്ള പ്രദേശത്തിൻ്റെ നടുക്കാണ് ഇന്ത്യ ഇരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സങ്കല്പങ്ങൾ പലതും ഇന്ത്യയെക്കുറിച്ചുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ദേശീയ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് 47-ന് ശേഷം ഇന്ത്യ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജിയോഗ്രഫിക്കലായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ്. ആ ജിയോഗ്രഫിക്കലായിട്ട് ഡിഫൈൻ ചെയ്ത പ്രദേശമാണ് ഇന്ത്യ എന്ന് ഇപ്പം അറിയപ്പെടുന്നത്. അതിനോടല്ല ഞങ്ങൾക്ക് യോജിപ്പുള്ളത്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തുള്ള, അങ്ങനെയാണെങ്കിൽ കൊളോണിയൽ കാലത്ത് അങ്ങ് ഭരിച്ചാൽ പോരെയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യാൻ മടി കാണിച്ച ആളുകൾ ആണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു റിയാലിറ്റിയാണെന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. എന്തുകൊണ്ട്? കാരണം ഇന്ത്യയെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചതിന് ശേഷം, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ കൊളോണിയൽ കാലത്തുള്ള ഇന്ത്യയെക്കുറിച്ചാണ് അവർ സങ്കല്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊളോണിയൽ അധികാരികളുടെ മനോഭാവവുമായിട്ട്, കൊളോണിയൽ കാലത്തെ ചിന്തകളുമായിട്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അഖണ്ഡ ഭാരത സങ്കല്പമായിട്ട് നടത്തുന്ന കൂട്ടരാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല അത് അവർ ജനങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും തെളിയിച്ചു തരികയാണ്. ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം അത് ഗാന്ധിയും നെഹ്റു അടക്കമുള്ള ദേശീയ നേതാക്കൾ ഉണ്ടാക്കിയ സങ്കല്പം. ഈ സങ്കല്പത്തെ ഞങ്ങൾ അംഗീകരിക്കുന്ന എന്ന് പറയുന്ന കൂട്ടർ രാഷ്ട്രത്തിനോട് കാണിക്കുന്ന മര്യാദകേടാണ് കാണിക്കുന്നത്. ഇന്ത്യൻ ജനതയോട് കാണിക്കുന്ന മര്യാദകേടാണ് കാണിക്കുന്നത്. അധികാരമുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദേശീയതാ സങ്കല്പത്തെ തിരസ്കരിക്കാൻ കഴിയില്ല. ദേശീയത എന്ന് പറയുന്നത് വളരെ ദീർഘകാലത്തെ സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ, രക്തസാക്ഷിയുടെ അനുഭവങ്ങളിലൂടെ, ചോരയിലൂടെ ഉണ്ടായി വന്ന ഒരു സങ്കല്പമാണ്. അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് കൊളോണിയൽ കാലത്തെ ഇന്ത്യയാണ് ഞങ്ങൾക്ക് ഇത് പണ്ട്. ഇപ്പോൾ എന്താ ശരി, ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ, ഹിന്ദി, ഹിന്ദുസ്ഥാൻ, ഈ ഒരു സങ്കല്പമാണ് ഇന്നും ഈ സംഘപരിവാരത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യമായി. ഹിന്ദി, ഹിന്ദുസ്ഥാൻ. അതിനകത്ത് തമിഴിന് സ്ഥാനമില്ല, അതിനകത്ത് മലയാളത്തിന് സ്ഥാനമില്ല, അതിനകത്ത് മറ്റ് പ്രാദേശിക ഭാഷകൾ സ്ഥാനമില്ല. ഈ തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള, വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സമീപനം. ഈ സമീപനം എന്ന് പറയുന്നത് ഇന്ത്യയെ വിഭജിക്കാൻ ഉതകുന്ന തരത്തിലാണ്. ഇന്ത്യയെ വിഭജിക്കുന്ന തരത്തിൽ, ഇന്ത്യയുടെ ഐക്യത്തിലല്ല, ഇന്ത്യയുടെ അഖണ്ഡതയിലല്ല, ഇന്ത്യയെ ഒരുതരം കൊളോണിയൽ ആധിപത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള സമീപനമാണ് അവർ കാണിക്കുന്നത്. ഇതൊരിക്കലും രാജ്യത്തെ മഹാപുരുഷ ജനങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ശ്രീ ഷാഫി ചാലിയത്തിലേക്ക് വരാം. ശ്രീ ഷാഫി ചാലിയും ഇതിപ്പോൾ നിലമ്പൂർ കണ്ടുള്ള പ്രതിഷേധം എന്ന രൂപത്തിലാണ് ഇതിനെ BJP കാണുന്നത്. മാത്രമല്ല, നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രതിഷേധിച്ചോളൂ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തിരിക്കും എന്നൊരു വെല്ലുവിളി കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലുണ്ട്. ശ്രീ ഷാഫി ചാലിയം, ഭാരതാംബ, ഭഗവത്ധ്വജമേന്തിയ ഭാരതാംബ, അതിനു പിന്നിൽ സാർക്ക് രാജ്യങ്ങളുടെ ഭൂപടം എന്നാണ് ഇപ്പോൾ ശ്രീ ഷാജി രാഘവൻ പറഞ്ഞത്. അതൊക്കെ വെക്കാവുന്ന ഒരിടമായി രാജ്ഭവനെ മാറ്റുകയാണ്. അപ്പോൾ RSSന്റെ സങ്കല്പം ഇനി രാജ്ഭവനിൽ, എല്ലാ രാജ്ഭവനുകളിലും അല്ലെങ്കിൽ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളുടെ ഓഫീസുകളിലും അതുണ്ടാകും എന്നുള്ള വെല്ലുവിളിയാണ് ആ പ്രതികരണത്തിലുള്ളത്. അപ്പോൾ അത് കേരളത്തിലേക്കും എത്തുകയാണ്. സ്മൃതി ചോദിച്ചല്ലോ, ആ രാജ്യത്തിൻ്റെ പേരെന്താണ്? ആ പടത്തിൽ കാണുന്നത് ആ രാജ്യത്തിൻ്റെ പേര് BJP പ്രതിനിധി ഇതുവരെ മുണ്ടിയിട്ടില്ല. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു വശമില്ല. കാശ്മീരില്ല ഇതിൽ. കാശ്മീരില്ലാത്ത ഭൂപടം ഡയറിയിൽ അടിച്ചു വന്നത്, കലണ്ടറിൽ അടിച്ചു വന്നൊക്കെ കേസ്, ഈ രാജ്യദ്രോഹത്തിന് കേസെടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ. ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറയില്ല. ഇവിടുത്തെ ഈ പ്രോഗ്രാം തന്നെ സത്യത്തിൽ എന്താണ് ഈ പ്രോഗ്രാം? ആരുടേതാണ് ഈ പ്രോഗ്രാം? ഗവർണർ മുൻകൈയെടുത്തുണ്ടാക്കിയ പ്രോഗ്രാമാണോ? അതല്ല സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രാമാണോ? ഇതെങ്ങനെയാണ് രാജ്ഭവനിൽ കൊണ്ടുപോയി വെക്കുന്നത്? ഒരുപാട് അവ്യക്തത ഉണ്ട് ഈ വിഷയത്തിൽ. RSSൻ്റെ സൈദ്ധാന്തികൻ കൂടിയായ ഒരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ. അതാ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയെ ഉദ്ഘാടകനായോ അല്ലോ മറ്റോ വെച്ചുകൊണ്ട് ഒരു കാർഷിക പരിപാടി നടത്താൻ സംസ്ഥാന സർക്കാരിനെ പ്രചോദിതമാക്കിയ ഘടകം എന്താണ്? കേവലം അവിടെ പോയപ്പോൾ ഇങ്ങനെ ഭാരതാംബൻ്റെ ഇത് പണ്ടം കണ്ടപ്പോൾ തിരിച്ചു പോകുന്നത് വളരെ നല്ല നിലപാടാണെന്നല്ല ചർച്ച ചെയ്ത്. ഈ ഗവർണറെ കൊണ്ട് ഈ ഒരു പരിപാടി, ഇതാണ് ഇവിടുത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടാൽ അവർക്കെതിരെ സ്റ്റേറ്റ് പോലീസ് കേസെടുക്കണം. ആനന്ദബോസിന് നേരെ പശ്ചിമ ബംഗാൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് അതിന് തയ്യാറാവുമോ?
സ്മൃതിക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ പോലീസ് എന്ത് ചെയ്യുന്നുള്ളത്? പോലീസിനെ ഭരിക്കുന്നത് RSS ആണ്. വളരെ കൃത്യമാണല്ലേ. ഇനിയിപ്പം RSS നേതാവ് ഹൊസബുള്ളയുമായി ദുരൂഹമായ ചർച്ച നടത്തിയ വ്യക്തിയെ ഇവർ DGP ആക്കാൻ പോവുകയാണ്. ഇവർ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. സംഘപരിവാറിൽ നിന്ന് നാം ഇതൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. അവർ അഹങ്കാരത്തിൻ്റെ ഭാഷ ഉപയോഗിക്കും, അവർ വെല്ലുവിളിക്കും. കാരണം അവരെന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്താൽ, രാജ്യദ്രോഹ നടപടികളിലേക്ക് തിരിഞ്ഞാൽ അവർക്കെതിരെ ഒരു കേസും കേരളത്തിൽ ഉണ്ടാവില്ല. അതവർക്ക് ഉറപ്പുണ്ട്. കാരണം ഈ സർക്കാരിന് കീഴിൽ അത്രമാത്രം സംഘപരിവാറും അവരാശയങ്ങളും തടിച്ച് കൊഴുത്തിട്ടുണ്ട്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളം മാറാണ്. കേരളമല്ല, ഇവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെയും നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ നടക്കില്ല എന്നിടത്തല്ലേ ആ പ്രതിഷേധം കണ്ടത്. ശ്രീ ഷാഫി ചാലിയം, ഗവർണർ RSSകാരനാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം, അവരവരുടെ നയം നടപ്പാക്കുന്നു. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ സ്റ്റേറ്റിന്റെ അധിപൻ എന്നുള്ളത് ഗവർണറാണ്. അത് അങ്ങനെയാണല്ലോ അതിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഗവർണറുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തി മാത്രമേ സർക്കാരിന് ഇടപെടാൻ പറ്റൂ എന്ന് പറഞ്ഞത് എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങനെ സാധിക്കില്ലല്ലോ. ഏത് സർക്കാരുകൾക്കും ഗവർണറുമായി സഹകരിച്ചു പോകേണ്ടി വരും. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല. പോകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ചാർട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ പരിപാടിയുടെ രൂപരേഖ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ മാറ്റമുണ്ട് എന്ന് രണ്ടാമത് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ചിത്രം കണ്ട ശേഷമാണ് പോകണ്ട എന്ന് നിശ്ചയിക്കുന്നത്. അതൊരു ധൈര്യത്തോടു കൂടിയുള്ള സമീപനമായി കാണുന്നില്ല എന്നാണോ? അതിനുശേഷം നടത്തിയ മന്ത്രി പി പ്രസാദ് നടത്തിയ പ്രതികരണം കൂടിയുണ്ടല്ലോ. അല്ല, പ്രസാദ് തിരിച്ചു പോകുന്നത് നന്നായി എന്നിടത്ത് ഒരു കമൻറ്റിൽ തീരേണ്ടതാണോ ഇത്? എൻ്റെ ചോദ്യം അതാണ്. ഇത് കടുത്ത രാജ്യദ്രോഹ നടപടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടത്തെ പല ഭൂമിയും വെട്ടിമാറ്റിയിട്ടും പല രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടും ഒരു വൈകൃതം നിറഞ്ഞ വേറൊരു പടം ഉണ്ടാക്കി അതിനെ ഭാരതാംബ എന്ന് പേരൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ സ്ഥാപനങ്ങളിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ലല്ലോ. ഇവിടെ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടല്ലോ, കാശ്മീർ ഇല്ലാത്ത ഭൂപടം വന്നല്ലോ, കേസെടുത്തിട്ടല്ലോ കേരള പോലീസ്. ഇവിടെ പോലീസിന് കൃത്യമായി ഇടപെടണം. ഇതിനല്ലേ പോലീസ് ഉള്ളത്? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശക്തമായ രീതി വെറുതെ പ്രസാദ് തിരിച്ചു പോകുന്നത് നന്നായി എന്നിടത്ത് ഒതുക്കേണ്ട ഒരു കമൻ്റ് അല്ല. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശക്തമായി പ്രതികരിക്കണം. സർക്കാരിന്റെ മാത്രം ബാധ്യതയാണോ ഇതിൽ പ്രതിഷേധിക്കുന്നതിൽ? പ്രതിപക്ഷത്തിന്റെ VD സതീശന്റെ ഒരു പ്രതികരണം ഒഴിച്ച് പ്രതിഷേധം കണ്ടു? അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ പ്രോഗ്രാം ആരുടേതാണ്. ഞാൻ അതിൻ്റെ ഒരു അവ്യക്തത തീർക്കാനാണ് ഒരു മാധ്യമപ്രവർത്തകർക്ക് രാവിലെ തൊട്ട് ഇപ്പോൾ ഈ രാത്രി വരെ ഒരു ന്യൂസ് റൂമിൽ ഇരിക്കുന്ന ആളാണ് സ്മൃതി. ഞാനാണ് വേറൊരു പടം ആക്ടിവിറ്റി കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ആരുടേതാണ്? ഇത് ഗവർണർ സംഘടിപ്പിച്ച പരിപാടിയാണോ? അതല്ല സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണോ? അതിൻ്റെ ഒരു അവ്യക്തത ഞാൻ ഇതിൻ്റെ ഇടയിൽ ചോദിച്ചു. സ്മൃതി അതിന് മറുപടി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടി ആയിരിക്കണമല്ലോ. അതുകൊണ്ടാണ് രാജ്ഭവൻ അതിൽ പരിസ്ഥിതി ദിനമായതുകൊണ്ട് സ്വാഭാവികമായും കൃഷി മന്ത്രിയെ ക്ഷണിക്കുന്നു. മന്ത്രി ശിവൻകുട്ടിക്കും ക്ഷണമുണ്ടായതാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് പരിപാടി ഇങ്ങനെയൊക്കെയാണ്. ആദ്യം ദേശീയ ഗാനം, അത് കഴിഞ്ഞ് ആ പരിപാടിയുടെ കൃത്യമായ കാര്യങ്ങൾ അയക്കുന്നുണ്ട്. ദേശീയ ഗാനം, അത് കഴിഞ്ഞ് പ്രാർത്ഥന, പിന്നെ ഉദ്ഘാടനം. ഇങ്ങനെയായിരുന്നു ആ പരിപാടി. അങ്ങനെയാണ്, ആ ഓർഡറിലാണ് അത് ആദ്യം അയച്ചത്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോഴേക്കും പുതിയ രീതിയിലേക്ക് അത് മാറ്റുകയാണ്. അതിൽ ദേശീയ ഗാനം, ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന, വിളക്ക് തെളിക്കൽ എന്ന രീതിയിലേക്ക് മാറ്റി അയക്കുന്നു. അപ്പോൾ മന്ത്രി പി പ്രസാദിന് സംശയം തോന്നുന്നു. അതെന്താണ് ഈ മാറ്റം എന്ന് ചോദിക്കുന്നു. ഒരു വലിയ ചർച്ച അതിൽ നടന്നിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിയും രാജ്ഭവനുമായി ഒരു ചർച്ച അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാരതാംബയുടെ ചിത്രത്തെ പൂജിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആ ചിത്രം അയക്കൂ എന്നായി. ആ ചിത്രം അയച്ചപ്പോൾ അതിലാണ് ഭഗവദ്വേഷം കാണിക്കുന്നത്. അപ്പോഴാണ് ദേശീയ പതാക ഇടൂ എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. പറ്റില്ല എന്ന് പറയുന്നു. അവിടെയാണ് ആ പരിപാടിക്ക് പോകേണ്ടതില്ല, ആ പരിപാടി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താമെന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. അതിലൊരു ധൈര്യമില്ല, അതിലൊരു പ്രതിഷേധമില്ല എന്നാണോ? അങ്ങനെയല്ല. ഈ പലപ്പോഴും സംഘപരിവാർ കൊണ്ടുവരുന്ന അജണ്ടകളുണ്ടല്ലോ, ഓരോന്നോരോന്ന് നോക്കുക. ഈ ചർച്ചകളൊക്കെ സംഘപരിവാറിൻ്റെ ഗുണമുള്ള തലത്തിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം സ്മൃതി തന്ന ഈ മറുപടിയിലൂടെ എനിക്ക് മനസ്സിലാണുള്ളത്, ഒരു RSSകാരനായ ഒരു ഗവർണർ അവർ ഒരു പരിപാടി അവരെ രാജ്ഭവനിൽ വെച്ച് അവർക്ക് തോന്നിയൊരു പരിപാടി നടത്തി. അത്ര ഇതിനെ നമ്മൾ കാണേണ്ടതുള്ളൂ. മറിച്ച്
ഈ പടവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തേക്ക് വരികയും ഗവർണർ അതിനെ ന്യായീകരിക്കുകയും ചെയ്തതോടുകൂടി ഇവിടുത്തെ പോലീസിന് ചെയ്യാനുള്ള ഒരു വിഷയമുണ്ട്. രാജ്യത്തിൻ്റെ ഭൂപടം വളരെ മോശമായ രീതിയിൽ വേറെ വരക്കേട് രാജ്യദ്രോഹമായ ഒരു കുറ്റമാണ്. അതിന് ഇവിടുത്തെ പോലീസ് കേസെടുക്കണ്ടോ നോക്കണ്ട നമ്മൾ. മറ്റേതിപ്പോൾ ഇവന്മാർ ഈ സംഘപരിവാറിൻ്റെ ആളുകൾ ഗവർണർമാരായി വന്നാൽ നാളെ രാജ്ഭവനിൽ ഇവരുടെ RSSൻ്റെ എന്തുണ്ടാവും, അവരെ കവാത്തൊക്കെ ചിലപ്പോൾ നടന്നു വരും. നമുക്കവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അതിനൊരു കേന്ദ്രവും ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഈ ഗവർണർ ഭവൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇൻ്റലക്ച്വൽ ചർച്ച നടക്കണം. കുറേ സംഘികളെ വിളിച്ച് കൂട്ടിയിരിക്കും. സംസ്ഥാന സർക്കാർ കൊടുത്തയക്കുന്ന അണ്ടിപ്പരിപ്പും ചായയും കൊടുത്ത് അവരിങ്ങനെ കയറി ഇറങ്ങി പോകുന്നില്ലാതെ വേറെ എന്താ ഉണ്ടാകുക? ഇതിനൊറ്റ കാര്യം, കേസെടുക്കാൻ ഈ സംസ്ഥാന സർക്കാർ ആർജവം കാണിക്കുന്നുണ്ടോ എന്നല്ല. തെരുവിൽ ഈ വിഷയം വെച്ച് ഇറങ്ങുന്നത് സംഘപരിവാറിനാണ് ഗുണം ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് സംഘപരിവാറുമായി ഒരു പോർമുഖം ഓരോരോ വിഷയത്തിൽ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ കത്തിക്കാനും അവിവേകികളായ ആളുകളെ പ്രകോപനപരമായി രംഗത്തേക്ക് ഇറക്കാനും ശക്തമായ മത ധ്രുവീകരണം ഉണ്ടാക്കാനും ദേശീയ വികാരം ഉണ്ടാക്കാനൊക്കെ അവരത് ഉപയോഗിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ നിയമോപദേശം തേടണം. എന്നിട്ട് ഇതിന് ശക്തമായ രീതിയിൽ രാജ്യത്തിൻ്റെ ഭൂപടത്തെ വികൃതമാക്കിയാൽ അത് ഏത് കുറ്റത്തിൽപ്പെടും, അത് ഗവർണറല്ല ഞാറ് ചെയ്താലും ആ രീതിയിലേക്ക് പോകണം. ഗവർണർക്കെതിരെ സ്റ്റേറ്റ് പോലീസിന് കേസെടുക്കാവോ ഇല്ലതിന് കീഴ്വഴക്കം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ കൃത്യമായി ആനന്ദ് ബോസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ ഇത് മാത്രമല്ലല്ലോ, ഇപ്പം സജീഷിനെ പറയുണ്ടായി ഭാരത മാതാവ് എന്ന ഈ പ്രയോഗം തന്നെ ഉണ്ടായത് ആരാ? ഒരു മുസ്ലിം സ്ത്രീനെയാണ് ഭാരത മാതാവ് എന്ന് വിളിച്ചത്. അത് മനസ്സിലാക്കണം. അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് ആളുകൾ ചേരുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് എനിക്ക് ഈ സംഭാവന തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു മകനാണ്, ആ മകനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു പറഞ്ഞു. അങ്ങനെ ആ മകനെ സേനക്ക് കൊടുത്തു. INA നടത്തിയ ബ്രിട്ടീഷുകാരായിട്ട് നടത്തിയുള്ള യുദ്ധത്തിൽ ആ മകൻ മരിച്ചു. ആ മരിച്ച സമയത്ത് ആ മകൻ്റെ ബോഡി കാണാൻ അമ്മ വന്നു. ആ അമ്മ വന്നപ്പോൾ ആ അമ്മയാണ് എന്ത് വിളിച്ചത്? എൻ്റെ മകൻ ഈ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇതാണ് ഭാരതത്തിൻ്റെ മാതാവ് എന്ന് ആ മുസ്ലിം സ്ത്രീയെ വിളിച്ചതാണ്. അതാണ് ആ കോൺസെപ്റ്റ് തന്നെ. അതാണ് ഈ സംഖ്യകൾ അടിച്ചു കൊണ്ടുപോയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്തിനേറെ നമ്മളിപ്പോൾ ഈ ഭൂപടം കണ്ടു എന്ന് പറയും. ഇവിടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിയായിരുന്നു, പിന്നീട് കോടതി വിട്ടതാണ് ആര്? സവർക്കർ. ആ സവർക്കർ മഹാത്മാഗാന്ധിൻ്റെ ഫോട്ടോ പാർലമെൻറ്റ് തൂങ്ങണേൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആരതാ? സവർക്കർ ഫോട്ടോ വരെ വന്നു. അത് അതിനേക്കാൾ വലുതായിട്ട് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഗാന്ധിജിയെയും പക്ഷേ കേരളത്തിലെ പ്രതിരോധത്തിന്റെ സ്വഭാവം എന്ത്, അഥവാ പ്രതിരോധമുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത്. SK സജീഷ്, രണ്ട് കാര്യങ്ങൾക്കും മറുപടി വേണം. ആദ്യം ഷാജി രാഘവൻ പറഞ്ഞതിനുള്ള മറുപടി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതിഷേധിക്കാം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതിഷേധം ഗവർണറുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെയാണോ അത് പ്രകടിപ്പിക്കേണ്ടത്? അങ്ങ് കേന്ദ്രത്തെ അറിയിക്കേണ്ടേ, രാഷ്ട്രപതിയെ അറിയിക്കേണ്ടേ എന്നുള്ളതാണ്. ഒരു കാര്യം, ഷാജി രാഘവൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ മറ്റൊന്നും വ്യക്തമാക്കാനോ തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അത് പറയാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഇത് ഏത് രാജ്യത്തിൻ്റെ ഭൂപടമാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ വളരെ വിചിത്രമായ ഒരു ഉത്തരം ഇത് സാർക്ക് രാജ്യങ്ങളുടെ ഭൂപടമാണ്. സാർക്ക് രാജ്യങ്ങളുടെ ഭൂപടവുമെല്ലാം വെച്ചുകൊണ്ടാണ് ഗവർണർ അവിടെ ഇരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഒരു കാര്യം, ഈ ഭൂപടം ഇടയ്ക്കിടയ്ക്ക് RSS മെച്ചപ്പെടുത്താൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം പറയേണ്ടതുണ്ട്. കാരണം സാർക്ക് രാജ്യങ്ങളിൽ ആദ്യം അഫ്ഗാനിസ്ഥാൻ അംഗത്വം ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് കൊടുത്തത്. ഇപ്പോൾ പൂർണ്ണ അംഗത്വത്തിന് വേണ്ടി ഇപ്പോൾ അസോസിയേറ്റ് അംഗങ്ങളായിട്ടുള്ള ചൈനയും മ്യാൻമാറും റഷ്യയുമെല്ലാം ഇതിലെ സാർക്കിലെ പൂർണ്ണ അംഗത്വത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ നൽകി നിൽക്കുകയാണ്. അത്തരം പൂർണ്ണ അംഗത്വം വേണമെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ RSSൻ്റെ ശാഖയിൽ ഉള്ള ഈ ഭൂപടം ഇനി സാർക്ക് രാജ്യങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് അതിൽ മാറ്റം വരുത്തി റഷ്യയും ചൈനയും മ്യാൻമാറുമെല്ലാം എപ്പോഴായിരിക്കും ഉൾപ്പെടുത്തുക എന്നും അതെപ്പോഴാണ് ഗവർണർ തൻ്റെ വസതിയിൽ ഔദ്യോഗിക പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുകൂടി അറിഞ്ഞാൽ നന്നായിരുന്നു. ഇങ്ങനെയൊന്നും കാര്യങ്ങൾ അവതരിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവർ പല രീതിയിലും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയെല്ലാം തന്നെ വില കുറച്ച് കാണുകയും ഇകത്തി കാണിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. രാഷ്ട്രപതിയെപ്പോലും ഇപ്പോൾ രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഭരണഘടനാപരമായി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന, ജനാധിപത്യത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന രാഷ്ട്രപതിയല്ലേ വരേണ്ടിയിരുന്നത്? ആ രാഷ്ട്രപതിയെ ആ വഴിയിൽ അടുപ്പിച്ചിട്ടില്ലല്ലോ. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ശങ്കരാചാര്യ സമൂഹം പോലും
വലിയ എതിർപ്പല്ലേ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചത്? ഉദ്ഘാടനം ചെയ്യപ്പെട്ട് സാധാരണ നമ്മളെല്ലാം കേട്ടുള്ളത് അമ്പലത്തിലെല്ലാം പ്രതിഷ്ഠ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ മോദി പോയി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഉദ്ഘാടനം ചെയ്താൽ ഇന്ത്യയിൽ എല്ലായിടത്തും ജയിച്ച് കളയാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ആ അയോധ്യയിലെ നിൽക്കുന്ന രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ അവർ തോറ്റുപോയി. സിറ്റിംഗ് സീറ്റായിരുന്നു അത്. മനുസ്മൃതിക്കെതിരായ ഒരു ദളിത് പിന്നോക്ക സ്ഥാനാർത്ഥിയെ അവിടെ സമാജ്വാദി പാർട്ടി നിർത്തിയപ്പോൾ BJP പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇക്കളിയൊന്നും ജയിക്കും ഈ രാജ്യത്ത്, മതനിരപേക്ഷ രാജ്യത്ത് എന്ന് കരുതരുത്. അതിനെല്ലാം കാവൽ നിൽക്കാൻ കഴിയുന്ന ഒരു ഭരണഘടനയും അത് അംഗീകരിക്കുന്ന ഒരു മഹാവിഭാഗം ജനങ്ങളും ഈ രാജ്യത്തുണ്ട് എന്ന് BJP പ്രതിനിധി ഓർത്താൽ നല്ലത്. അത്രേ അതിൽ പറയാനുള്ളൂ. പക്ഷേ എന്നെ പ്രയാസപ്പെടുത്തിയത് ഈ ഷാഫി ചാലിയത്തിൻ്റെ ചില വാക്കുകളാണ്. അദ്ദേഹവും ചരിത്രത്തെ വളച്ചൊടിക്കാനെല്ലാം ശ്രമിക്കുകയാണ്. ഇവിടെ ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉൾപ്പെടെ ഒരു മുസ്ലിം നാമധാരിയായ ആൾ എഴുതിയതാണ്. അത് നമ്മൾ പറയുന്നത് RSS അത്തരം വാക്യങ്ങൾ ഇനി ഒഴിവാക്കുമോ എന്നുള്ള നിലയിലാണ്. പക്ഷെ അവിടെ കണ്ടത് അദ്ദേഹം പറഞ്ഞ രീതിയിലല്ല. ആ മുദ്രാവാക്യം ആദ്യമായി 1857 വിളിക്കപ്പെടുന്നത്. അസീമുള്ള ഖാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിൻ്റെ വിജയം എന്നുള്ള നിലയിൽ ആണ് ആ മുദ്രാവാക്യം വിളിച്ചത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി ഭാരത് മാതയുടെ ചിത്രം തന്നെ ആദ്യമായി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ തന്നെ ഒരു സഹോദരതുല്യനായിട്ടുള്ള അഭിനീന്ദ്ര ടാഗോറാണ് അത് വരയ്ക്കുന്നത് ഉൾപ്പെടെ. ആ ചിത്രത്തിനകത്ത് ഉള്ള കാര്യങ്ങൾ, അരിക്കറ്റ, അതുപോലെ തന്നെ മാല, പിന്നെ വെളുത്ത തുണി, കയ്യെഴുത്ത് പ്രതി, ഇതെല്ലാം വെച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ ആശയങ്ങളെ കാണിച്ചുകൊണ്ടാണ്. ഇതെല്ലാമാണ് അതിൻ്റെ വസ്തുത. ഇതൊന്നും RSSുമായിട്ടോ ഈ പറഞ്ഞ ലീഗുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. അത്തരം കാര്യങ്ങൾ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കരുത് എന്ന് ഷാഫി ചാലിയത്തിനോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ചരിത്രപരമായ RSSനെ പ്രതിരോധിക്കേണ്ട വസ്തുതകളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന് മനസ്സിലായില്ല ഷാഫി ചാലിയത്തിന് എന്തായിരുന്നു പരിപാടി എന്ന്. യഥാർത്ഥത്തിൽ ഇത് ഗവർണറുടെ പരിപാടിയൊന്നുമല്ല. ഗവർണറുടെ പരിപാടിയിലേക്ക് മന്ത്രി അങ്ങോട്ട് പോയതല്ല. കൃഷി വകുപ്പിൻ്റെ പരിസ്ഥിതി ദിന പരിപാടിയായിരുന്നു. അത് സ്വാഭാവികമായും വകുപ്പ് എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചത് സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഗവർണറുടെ വസതിയിൽ വെച്ച് ആ പരിപാടി നടത്തണമെന്നായിരുന്നു. രാജ്ഭവനിൽ വെച്ച് പരിപാടി നടത്തണമെന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോട്ടോകോൾ തലേദിവസം പരിശോധിക്കുമ്പോഴാണ് ഇത്തരം നേരത്തെ ഇവിടെ സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. അങ്ങനെ ഉയർന്നു വന്നപ്പോൾ അതിനകത്ത് RSS ശാഖയിലെ ഒരു ചിത്രം കാണുന്നു, അത് മാറ്റണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അത് മാറ്റില്ല എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ മന്ത്രിപ്പെടുത്തി. അപ്പോൾ അത് മാറ്റി തുടർന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി, ദർബാർ ഹാളിലേക്ക് മാറ്റിയ പരിപാടി നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചു. ഇതെല്ലാമാണ് അതിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമായതുകൊണ്ടൊക്കെ DGP മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ടി വരും. ഒരു കാര്യം ഷാഫി ചാലിയത്തിനോട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ പറയണമെന്ന് കരുതിയല്ല. പണ്ടൊരു DGP ഉണ്ടായിരുന്നു, ആളെപ്പോയി കണ്ട DGP അല്ല. BJPയുടെ സ്ഥാനാർത്ഥിയായി തന്നെ പിന്നീട് മത്സരിച്ച, ഇപ്പോൾ വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന സെൻകുമാർ എന്ന് പറയുന്ന ഒരാൾ DGP ആകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതേ പിണറായി അതിനെ എതിർത്തപ്പോൾ ആരാണ് കോടതിയിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കോടതിയിൽ പോകാൻ ലീഗുകാരനായിട്ടുള്ള വക്കീൽ, നിയമസഭയിൽ MK മുനീർ ഉൾപ്പെടെ നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട്. ആരെ ന്യായീകരിച്ച്? ഈ പറഞ്ഞ സംഘപരിവാരത്തിൻ്റെ നാവായി പ്രവർത്തിക്കുന്ന സെൻകുമാറിനെ ന്യായീകരിച്ച് അദ്ദേഹം യോഗ്യതയുള്ള ഉദ്യോഗസ്ഥനാണ്, യോഗ്യതയാണ് മാനദണ്ഡത്തിനനുസരിച്ച് നിയമിച്ചില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ അന്ന് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണ്? നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കൊള്ളും, നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളല്ല ഇപ്പോൾ അയാളിപ്പോൾ സംഘപരിവാരത്തിന്റെ പാളയത്തിലാണ് പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി അങ്ങനെ ഉൾക്കൊള്ളാനാണ് തയ്യാറാകേണ്ടത്. അതിന് പകരം ഇത്തരം സാഹചര്യത്തെ പോലും വർഗീയപരമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധം, മതനിരപേക്ഷതയുടെ പ്രതിരോധം ആണ് ഉയർത്തേണ്ടത്. അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നത് ശരിയല്ല. സഹകരണത്തിലാണോ എന്ന സംശയം ഒരു രാഷ്ട്രീയ ചോദ്യമാണല്ലോ സതീഷ്. അതിനുകൂടി മറുപടി പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ആ പ്രശ്നവും. ഈ എതിരെ എടുത്ത നിലപാട്, സെൻകുമാറുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്ന ശക്തമായ പ്രതികരണം. പക്ഷേ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരുമ്പോൾ, ആരോപണം ഉയരുമ്പോൾ കേൾക്കുന്നേയില്ല, അതിന് മറുപടിയുമില്ല. അവിടെയാണ് സംശയം വരുന്നത്. MR അജിത് കുമാറുമായി ഉയർത്തപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്.
ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലപാടുകളെല്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് അനുകൂലമായി എന്തെങ്കിലും നിലപാട്, എന്തെങ്കിലും പ്രത്യേകമായ പരിഗണന ഈ സർക്കാരിൻ്റെ ഭാഗമായി നടന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പദവികളുമായി ബന്ധപ്പെട്ടോ ഒന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ പരിഗണന ഉണ്ടായിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ പിന്നീട് അങ്ങ് മനസ്സിലായിക്കൊള്ളും. ഇവിടെ ഇവർ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന സെൻകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ആ ആളുകളെ പരസ്യമായി നിയമസഭയിൽ ഉൾപ്പെടെ പിന്തുണച്ചവരാര് ആണ് എന്ന കാര്യം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒറ്റ അതായത് ഭാരതമാതാവ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ സജീഷ് ഇവിടെ എതിർക്കുകയുണ്ടായി. ഇന്ന് ഏതായാലും അതിന് സമയമില്ല. അതിന്റെ ചരിത്ര രേഖകളും അതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാരതാംബ എന്നൊരു സങ്കല്പമുണ്ട് എന്ന ചോദ്യമുണ്ട്. ഈ CPIയുടെ പ്രതിഷേധത്തിലും ഭാരത് മാതാ കി ജയ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു സങ്കല്പമുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അല്ല, ഈ ഭാരത് മാതാ കി ജയ് എന്ന INA-യുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി എൻ്റെ ലൈബ്രറിയിൽ ആ പുസ്തകമുണ്ട്. അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ, കഴിഞ്ഞല്ലോ, 2 മിനിറ്റേ ഉള്ളൂ. പിന്നെ സെൻകുമാറിന് വേണ്ടി ലീഗിന്റെ നേതാവ് വക്കീലായി പോയി. എപ്പോഴാണ് പോയത്? BJP-യിൽ ചേർന്ന സെൻകുമാറിന് വേണ്ടി ലീഗ് പോയിനോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇയാൾ BJP ചേരുന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? അല്ല, അതാണ് മുൻപേ മനസ്സിലാക്കിയത് പിണറായി വിജയനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സജീഷിന്റെ വാദം BJP ചേർന്ന ശേഷമുള്ള സെൻകുമാറിനെ കുറിച്ചല്ല, അതിന് മുൻപുള്ള സെൻകുമാറിനെ കുറിച്ചാണ്. സ്മൃതി, അങ്ങനെ അല്ല, അല്ലല്ല, അങ്ങനെയാണ് ശ്രീലേഖ ഇവരുടെ സർക്കാരിന്റെ കാലത്താണ് BJP പോയത്. അതിന്റെ ഉത്തരവാദിത്വം സ്വീകരിച്ച പല നിലപാടുകളുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് എന്താണ് RSSന്റെ സൈദ്ധാന്തികനായ ഈ ഗവർണറെ മുഖ്യമന്ത്രിയെ പോലും മാറ്റി നിർത്തി ഗവർണറെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ തെരഞ്ഞെടുത്തത് എന്തിനാ? അത് പഠിക്കണ്ടേ? ഇയാൾ നമ്പർ 1 സംഖ്യയായി മനുഷ്യനാണെന്ന് അറിയണല്ലേ? ബഹിഷ്കരിക്കാനുള്ള തീരുമാനം മുൻപേ വന്നമായിരുന്നു എന്ന രൂപത്തിൽ എങ്ങനെയാണ് പറയാ ഷാഫി ചാലിയം? അവർക്ക് അവസരം കൊടുത്താണ്. അല്ലെ, ഗവർണർ വന്നു കഴിഞ്ഞു. ഗവർണറെ നിയോഗിക്കുന്ന കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ചല്ല. അത് നിങ്ങൾ ഭരിക്കുമ്പോഴായാലും LDF ഭരിക്കുമ്പോഴായാലും അത്തരം ഒത്തുതീർപ്പുകൾ വേണ്ടിവരും. പക്ഷേ വിഷയങ്ങളിൽ നിലപാടെടുക്കുക എന്നാണ് പ്രധാനം. സജീഷിന്റെ ഒത്തുതീർപ്പല്ല, സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഓഫ് ഹെഡ് എന്നുള്ള നിലക്ക് ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്തിനാ മുഖ്യമന്ത്രിയെ വിളിക്കണം എന്നുള്ളതാണോ അതിന്റെ പരിഹാരമായി താങ്കൾ കാണുന്നത്? ഗവർണർ ഈ പടർപ്പിൽ തല്ലി വിഷയത്തെ കാണരുത് ശ്രീ ഷാഫി ചാലിയം. പരിപാടി ഗവർണറല്ലേ നടത്തുന്നത്? ശരി ശ്രീ ഷാജി രാഘവൻ ഒരു സാഹചര്യം അത് താങ്കൾക്ക് ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ നിങ്ങളെ സംബന്ധിച്ച് RSS പരിപാടിയുമായി കേരളത്തിൽ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഷേധിക്കാം, തെരുവിൽ പ്രതിഷേധിക്കാം. ആ തെരുവിൽ പ്രതിഷേധിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഊർജം തരികയും നിങ്ങളുടെ ആശയങ്ങൾ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പരുവത്തിൽ ആവുകയും ചെയ്യും. ഇതാണോ നിങ്ങളുടെ തന്ത്രം? ശ്രീ NP ചെക്കുട്ടി പറഞ്ഞത് അതാണ്. നേരത്തെ വേറെ ആരുകൂടി ആ പ്രതികരണം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും. അതായത് തെരുവിലെ പ്രതിഷേധങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക. സ്മൃതി, എനിക്ക് ഇത്തിരി സമയം തരണം. നിങ്ങൾ ദയവേത് ഇടപെടരുത്. ഞാൻ പറയുന്ന സമയത്ത് മാത്രമേ താങ്കൾ ഇടപെടുന്നുള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ ശ്രീ SK സജീഷ് ആയാലും ഷാഫി ചാലിയം ആയാലും ശ്രീ ചേക്കുട്ടി ആയാലും അവരൊരു കാര്യം വളരെ വ്യക്തമാക്കി.
അവരൊരു കാര്യം പറഞ്ഞത് ഞാനും അത് അംഗീകരിക്കുക. കാരണം ഭാരത് മാതാവും അല്ലെങ്കിൽ ഭാരത് മാതാ കീ ജയും വന്ദേ മാതരവും ഒന്നും RSSൻ്റെ കുത്തകയല്ല, സമ്മതിച്ചു സാർ. പക്ഷേ ഇന്ന് ഈ രാജ്യത്ത് ഇത് ഏറ്റെടുത്ത് നെഞ്ചേറ്റി കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനം RSS BJP മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷമം. നിങ്ങളിതിനെ ഇന്ന് വെറുക്കുന്നു എന്നുള്ളതാണ്. ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ ഇതൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. അലിമുള്ള ഖാൻ പറഞ്ഞ സാർ പ്ലീസ്, നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളും നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. അവകാശമില്ല, അവകാശത്തിലില്ലാത്തതെടുത്ത് തലയിൽ വെക്കുകയാണ്, എന്നിട്ട് അത് ഈ രാജ്യത്തിന്റെ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നതാണ് പ്രശ്നം. ഞങ്ങൾ പറഞ്ഞ ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളല്ല. സജീഷ്, നിങ്ങളുടെ പാർട്ടി ഈ കാര്യങ്ങൾ കഴിഞ്ഞ ഏറെക്കാലമായിട്ട് ഈ രാജ്യത്ത് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി ഉപ്പുവച്ച കലം പോലെ ഈ രാജ്യത്ത് മാറിയത്. നിങ്ങൾക്കറിയുമോ, 1925 അടുത്ത കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെത്തുന്നത്. അതിന് സമാനമായ കാലത്താണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അല്ലെ RSS ഇവിടെ രൂപം കൊള്ളുന്നത്. നിങ്ങൾ ഇന്ന് ഉപ്പുവച്ച കലം പോലെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഒരു പാർട്ടിയായിട്ട് മാറിയില്ലേ? നിങ്ങളുടെ ഈ സമീപനമാണ് മിസ്റ്റർ. ഞങ്ങൾ ഈ അലിമുള്ള ഖാൻ പാടിയ ഉയർത്തിപ്പാടിയ ഭാരത് മാതാ കീ ജയ് ഞങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്, ഞങ്ങളിവിടെ വിളിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെ ഈ രാജ്യം അംഗീകരിക്കുന്നത്. സജീഷ് മര്യാദയോട് കാണിക്കരുത്. നിങ്ങൾ സജീഷ് പൂർത്തിയാക്കട്ടെ. അതിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യും. സജീഷ് നിങ്ങളുടെ ഈ പിത്തലാട്ടം ചാനൽ ചർച്ച നിങ്ങൾ കാണിക്കരുത്. മര്യാദകേടാണ് സജീഷ് കാണിക്കുന്നത്, മര്യാദകേടാണ്. ഞാനൊരു കാര്യം പറഞ്ഞു പൂർത്തീകരിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഞാൻ എന്റെ കാര്യം പൂർത്തീകരിക്കാം. സജീഷ് ഈ തരത്തിലുള്ള ചർച്ചയ്ക്കാണെങ്കിൽ അടുത്ത ചർച്ചയിൽ ശരിയല്ല. ഒന്ന് പറയട്ടെ. സ്മൃതി ഈ വിഷയത്തിൽ ഇടപെടണം. ഷാജി രാഘവൻ നിനക്ക് പറയേണ്ടി വരും. മര്യാദയോടാണ്. എനിക്ക് കൃത്യമായ സമയം തരാതെ നിങ്ങൾ ഈ ചർച്ചയുമായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് ശരിയായ രീതിയല്ല. നിങ്ങളെ 4 പേർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ചർച്ചയിൽ. നിങ്ങൾ ഉൾപ്പെടെ, താങ്കൾ ഉൾപ്പെടെ, അവതാരകൻ ഉൾപ്പെടെ ഈ പറയാൻ ശ്രമിക്കുന്നത് മുഴുവൻ ഞാനല്ല മറുപടി പറയേണ്ടത്. നിങ്ങൾ പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് എത്ര സമയം തരും? പൂർത്തീകരിക്കാം. സ്മൃതി, നിങ്ങൾ ഇവിടെ പറഞ്ഞ ഈ 3 പേര് പറഞ്ഞ കാര്യങ്ങളും ഞാൻ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. ഈ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുനിന്ന് കൊണ്ടുപോകുന്നുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞത് അഖണ്ഡ ഭാരതത്തെ പറ്റിയിട്ടാണ്. സാർ, ഈ വന്ദേ മാതരത്തിൽ ബങ്കിം ചാറ്റർജി പാടിയതിന്റെ ഒരു പിക്ചറൈസേഷനാണ് ഭാരത് മാതാവ് എന്നുള്ളത്. അത് ഞങ്ങൾ നെഞ്ചിലേറ്റിട്ടുണ്ട്. ആ സങ്കല്പം കൊണ്ടു നടക്കാനുള്ള എല്ലാ അവകാശം എല്ലാ ഭാരതീയനും ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. നെഹ്റു 1947 രാത്രി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ മഹാത്മാഗാന്ധി അതിർത്തിയിലായിരുന്നു. ഈ രാജ്യത്തെ വെട്ടുമുറിച്ചതിൽ വേദനയുള്ളവരായിരുന്നു സ്വാതന്ത്ര്യ സമര കാലത്തുള്ളവരും. പക്ഷെ അതിനുശേഷമുള്ള കോൺഗ്രസ്, CPM അന്നു മുതലും ഈ രാജ്യത്തെ ഒരു മാതാവ് എന്നുള്ള രാഷ്ട്രമായിട്ട് പോലും കാണാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മുദ്രാവാക്യങ്ങൾ ഇന്ന് അറപ്പ് തോന്നുന്നതും ഞങ്ങളെ നെഞ്ചിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രസ്ഥാനമായിട്ട് BJP ഒക്കെ ഈ രാജ്യത്ത് മാറുന്നുണ്ട്. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. അതാണിപ്പോൾ CPM ഉപ്പുവെച്ച കലം പോലെ എന്നുള്ള പരാമർശമാണല്ലോ, എന്ന പരിഹാസമാണല്ലോ ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞത്. CPM ഇവിടെ നൂല് പോലെ ഒരു പാർട്ടി, എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന പരിഹാസമാകാം. ആ പരിഹാസം പറയുന്നു, ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ലംഘനത്തിന് ഞങ്ങൾക്ക് കഴിവുണ്ട്, അത് ഞങ്ങൾ തുടരും. അതല്ലേ ആ വെല്ലുവിളി? അല്ല, അത് അസംബന്ധമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. ജനാധിപത്യത്തിനകത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട്, ഭൂരിപക്ഷത്തിന് മാത്രമുള്ള ഒരു സംഗതിയല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൂടി, കീഴേക്കുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ കൂടി പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ഒരു സംവിധാനമാണ്. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ
അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന വിഷയമല്ല. അതൊക്കെ അമിതമായിട്ട് ചേക്കുട്ടി, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യത്ത് വർഗീയതയല്ലല്ലോ, ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഭാരതീയ അവതരിപ്പിക്കില്ല. ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിനകത്ത് ജനാധിപത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് അറിയില്ലാതെ മിണ്ടാണ്ടിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ജനാധിപത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട്. ഈ അവകാശത്തെ അതിലംഘിക്കുന്ന ഒന്നിനെയും രാജ്യത്ത് ആരും അംഗീകരിക്കില്ല. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇനി ബാക്കി നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറ. ന്യൂനപക്ഷങ്ങൾ ബിജെപിയോടൊപ്പം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അലിമുള്ള ഖാൻ ഉയർത്തിയ മുദ്രാവാക്യമായാലും ഭാരതത്തിന്റെ യഥാർത്ഥ കൺസെപ്റ്റ്, യഥാർത്ഥ സങ്കല്പം ഈ മണ്ണിൽ ഉയർത്തിക്കാട്ടാൻ സങ്കല്പം തുടരും. അതിന് ഇന്ത്യയുടെ ഭൂപടവുമായി ബന്ധമില്ല. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള രാജ്യം, അതായത് ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തെ ഇന്ത്യ, അങ്ങനെ അവിഭക്ത ഇന്ത്യ, അതാണ് ഇന്ത്യ എന്നുള്ള ഭൂപടം നിങ്ങൾക്ക് രാജ്ഭവനിൽ വയ്ക്കാം, ഭരണഘടന സംവിധാനങ്ങളിൽ വയ്ക്കാം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കും പ്രതികരിക്കാം. പക്ഷേ ഞങ്ങൾ അത് തുടരും എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ BJP പ്രതിനിധി നടത്തിയത്. വളരെ നന്ദി SK സജീഷ്, ഷാഫി ചാലിയം, ഷാജി രാഘവൻ, NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.